ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും, അവനൊരു കാര്യം പറഞ്ഞാൽ അതേപടി അനുസരിക്കുന്നവനാണ് ഒരു ശിഷ്യൻ. ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ചരിത്രപുരുഷനായ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുകയില്ല. അതല്ല ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് പത്രോസിന്റെ വായിലൂടെ പുറത്തേക്ക് വന്നു. ഈ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ കിട്ടണം. യേശു എനിക്കാരാ? രോഗശാന്തി വരുന്ന ആളാണോ? ആളാണെങ്കിൽ യേശുവിന്റെ അടുക്കൽ വരേണ്ട ആവശ്യമില്ല. യേശുവിന്റെ അടുക്കൽ വരാതെ രോഗശാന്തി കിട്ടുന്ന എന്തേരം മാർഗങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. സുവിശേഷം പറയാൻ, പ്രേക്ഷിത വേല ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കുന്ന ഒരൊറ്റ കാര്യം യേശുവിന്റെ സ്നേഹമാണ്. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 81-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യം പറയുന്നുണ്ട്: നിങ്ങൾ വാ തുറക്കുക, നിങ്ങൾക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. എന്ന് പറഞ്ഞാൽ ആ വചനത്തിന്റെ അർത്ഥം, നിങ്ങൾ വാ തുറന്ന് ദൈവത്തെ ആരാധിച്ചാൽ, വാ തുറന്ന് പാട്ടുപാടിയാൽ, വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാൽ, ഞാൻ നിനക്ക് ആവശ്യമുള്ള ആവശ്യങ്ങൾ നിനക്ക് തരാം. എന്ന് പറഞ്ഞാൽ നിനക്ക് ഭക്ഷിക്കാൻ തരാം. നിന്റെ വീട്ടിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമുള്ള ഭക്ഷണം, അന്നന്ന് വേണ്ട ആഹാരം, അന്നന്ന് വേണ്ടുന്ന ആഹാരം നിനക്കും നിന്റെ മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും ഞാൻ തരാം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് അനുഗ്രഹം വേണം, വാ തുറക്കുകയില്ല. മനസ്സിലായ? കരയാൻ മാത്രം അറിയാം. ക്രിസ്ത്യാനി കരഞ്ഞ് 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 ജീവിക്കേണ്ടവരല്ല. മരണത്തിന്റെ മുൻപിലും ചിരിച്ചുകൊണ്ട് മരണത്തെ നേരിട്ടവരാണ് നമ്മുടെ ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ. ആദിമ പിതാക്കന്മാര്, വിശുദ്ധന്മാരൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വചനം എന്താ പറയുന്നത്? നിങ്ങൾ വാ. വായുള്ളവർ പറഞ്ഞേ, വാ 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 തുറന്ന് ആരാധിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് 8 പിള്ളേരാണ്, 8 ആൺപിള്ളേരാണ്. പിള്ളേർക്ക് 8 പേർക്കും ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചു കൊടുത്തിരിക്കുക. മനസ്സിലായ? തപ്പ്, ചില്ലം, പിന്നെ മണി, കൈമണികളൊക്കെ വാങ്ങിച്ച് 8 പേർക്കും കൊടുത്തിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ വട്ടമിരുന്ന് ദൈവം അനുഗ്രഹിച്ച ഒരു ചെറിയ ഭവനമൊക്കെ തന്നു. അതിനകത്ത് അവിടെ ഇരുന്നു കൊണ്ട് രാത്രി 6 മണിയാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നു കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ 10 പേരും കൂടെ ഞങ്ങൾ പാട്ട് പാടി ഈ ചില്ലമൊക്കെ അടിച്ച്, മണിയടിച്ച്, തപ്പ് കൊട്ടി, മനസ്സിലായോ? ദൈവത്തെ സ്തുതിച്ച് പാടി ഒരു 3/4 മണിക്കൂർ നേരം പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഹല്ലേലൂയ. അത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. ഞങ്ങളുടെ അനുഭവമാ പറയുന്നത്. നിങ്ങൾ ചുമ്മാ കുറച്ച് കരഞ്ഞു മെഴുങ്ങി നടന്നാൽ പോരാ. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. വീട് മുഴുവൻ സ്തുതിപ്പ് കൊണ്ട് നിറയ്ക്കണം. പാമ്പുള്ള, എലിയുള്ള പൊത്തിനകത്ത് വലിയൊരു പൊത്തുണ്ട്. പാമ്പുണ്ടെങ്കിൽ എന്നാ ചെയ്യും? ചില അതിനകത്തോടെ തീ കൂട്ടി പുക അങ്ങോട്ട് അടിച്ചു കയറ്റും. പുകയടിച്ച് കയറ്റി കഴിഞ്ഞാൽ എന്തിനാ? പുക അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന പാമ്പിന് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. ചാതമൂട്ടി പുറത്തോട്ടിയാടി അവൻ ഊട്ടിപ്പോവും. അപ്പനും അമ്മയും മക്കളും കൂടെ വീടിനകത്ത് സ്തുതിച്ച് ആരാധിച്ചു ദൈവത്തെ പാട്ടുപാടി സ്തുതിപ്പ് കൊണ്ട് അവിടെ നിറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതിനകത്ത് ഒരൊറ്റ പിശാചിന് ഇരിക്കാൻ പറ്റിയല്ല, ഒറ്റ ലുട്ടാപ്പിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയല്ല. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും.
അവിടെ കലഹമുണ്ടാകിയല്ല, ഭിന്നതയുണ്ടാകിയല്ല, അനുസരണക്കേട് ഉണ്ടാകിയല്ല, മദ്യപാനം ഉണ്ടാകിയല്ല, കട്ടപാത്തത ഉണ്ടാകിയല്ല, ഒന്നും ഉണ്ടാകിയല്ല. പൈശാചിക സ്വാധീനങ്ങളെല്ലാം വിട്ടുപോകും. ആൾ ഇവിടെ വരും, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മിണ്ടാട്ടയില്ല. ഓരോ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ കുറെ പുസ്തകങ്ങളുണ്ട്. പുസ്തകത്തെ ഉള്ളത് മുഴുവൻ വായിച്ചു തീർക്കുക, അല്ലെ ചൊല്ലിക്കൂട്ടുക. ചൊല്ലി തീർത്തു കഴിയുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു. അതൊന്നും പ്രാർത്ഥനയല്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവജനം, ദൈവമക്കള്, അപ്പോൾ അവിടെ വിടുതലുണ്ടാകും, വിട്ടുതലുണ്ടാകും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്ന വചനം? നിങ്ങൾ വാ പറ, വാ. വാ അടയ്ക്കണം. ചെല്ലു തിന്നാൻ മാത്രമേ വാ തുറക്കുള്ളൂ. അപ്പൊ പോരാ, മനസ്സിലായ? നമുക്ക് 3 തലങ്ങളുണ്ട്: ആത്മാവ്, മനസ്സ്, ശരീരം. ആത്മാവ്, മനസ്സ്, ശരീരം, 3 തലമുണ്ട്. അപ്പം ഈ 3 തലത്തിലും വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തിയെ ബൈബിളിൽ ഉണ്ട്. 3 മേഖലയിലും അയാൾ ഒരു വിടുതൽ പ്രാപിച്ചു, അല്ലെങ്കിൽ ഒരു വലിയ 3 തലത്തിലും സൗഖ്യം പ്രാപിച്ചു. 3 തലത്തിലും അഭിഷേകത്തിലേക്ക് ആ വ്യക്തി കടന്നു വന്നു. പ്രത്യക്ഷത്തിൽ നമ്മളത് വായിച്ചാൽ നമുക്കത് മനസ്സിലാകിയല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ആ ഒരു ബോധ്യമാണ് അതിൽ നിന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സുപരിചിതമായ ഒരു വചനമാണ്, നമുക്കെല്ലാം കേട്ട് പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ബൈബിളിലെ ഒരു സംഭവ കഥയാണ് മർക്കോസിന്റെ സുവിശേഷം. മർക്കോസിന്റെ 10-ാം അധ്യായം 45-6 വാക്യങ്ങൾ, 56 മുതലുള്ള തിരുവചനങ്ങൾ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കുറെ വചനം കേട്ടിട്ട് പോയിട്ട് ഒരു കാര്യവും ഇല്ല. ഞാൻ 7 പ്രാവശ്യം 7 ഞായറാഴ്ച ഞാൻ ഇവിടെ വന്നോളാം. വന്നിട്ടെന്നാ നിങ്ങൾക്ക് നട്ടവാ, വെറുതെ വന്നിട്ട് കാര്യമില്ല. വചനം ഹൃദയത്തിൽ നമ്മൾ അതിനകത്തൂടെ കേൾക്കുന്ന വചനത്തിന്റെ അല്ലെങ്കിൽ ആ വരികൾക്കകത്തൂടെ എന്നോട് ദൈവം എന്താ പറയുന്നത്? അന്ന് അവിടെ സംഭവിച്ച ആ കാലഘട്ടത്തിൽ നടന്ന ഏതോ ഒരു സംഭവം കഥയായിട്ട് എഴുതിയതല്ല. അതിലൂടെ ഇന്ന് ഈ കാലഘട്ടത്ത് എന്നോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. എന്നോട് ദൈവത്തോട് പറയണം, ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണേ. വായിച്ചേ. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടുപോകുമ്പോൾ യേശു ജെറീക്കോ എന്ന പട്ടണത്തിലെത്തി. ആ പട്ടണത്തിലെത്തിയിട്ട് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. മനസ്സിലായോ? നിർത്തിക്കോ. അടുത്ത സ്ഥലത്തോട്ട് പോകുക. അപ്പൊ യേശുവിന്റെ കൂടെ, ഇവിടെ ശ്രദ്ധിക്കണം, യേശുവിന്റെ കൂടെ ആരൊക്കെയുണ്ട്? ശിഷ്യന്മാരുണ്ട്, വലിയ ഒരു ജനക്കൂട്ടമുണ്ട്. ശിഷ്യന്മാരുണ്ട്, വലിയ ഒരു ജനക്കൂട്ടമുണ്ട്. യേശുവിനെ അനുഗമിക്കുക. ശിഷ്യന്മാരാരാണ്? യേശു പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയും യേശുവിനെ അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ശിഷ്യന്മാര്. യേശു പ്രത്യേകമായി തെരഞ്ഞെടുത്ത വ്യക്തികളാണ് ശിഷ്യന്മാര്. ആരാണ് ഒരു ശിഷ്യൻ? ഗുരുവിനെ യജമാനനെ അനുസരിക്കുന്നവനാണ് ഒരു ശിഷ്യൻ. മനസ്സിലായോ? ഒരു നല്ല ശിഷ്യന്റെ യോഗ്യത എന്ന് പറയുന്നത് ഗുരു എന്ത് പറഞ്ഞാലും, ആ അധ്യാപകൻ, ആ യജമാനൻ എന്നോട് എന്ത് ആവശ്യപ്പെട്ടാലും ചോദ്യം ചെയ്യാതെ, മനസ്സിലായോ? ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും
അവനൊരു കാര്യം പറഞ്ഞാൽ അതേപടി അനുസരിക്കുന്നവനാണ് ഒരു ശിഷ്യൻ. ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവനാണ് ഒരു ശിഷ്യൻ. ഹല്ലേലൂയ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശു അവസാനമായി ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമെന്നറിയാവോ? എല്ലാവർക്കും സുവിശേഷം കൊടുത്ത് അവരെ സ്നാനപ്പെടുത്തി, എന്നിട്ടെന്നറിയാം, ശിഷ്യന്മാരാക്കുവിൻ എന്നാ പറയുന്നത്. ശിഷ്യന്മാരാക്കുവിൻ. ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവർക്കുമുള്ളത്. നമ്മുടെ വിചാരമുണ്ട്, ഇപ്പൊ ശിഷ്യന്മാരുടെ ആ പാരമ്പര്യത്തിൽ, ആ ഗണത്തിൽ പെടുന്നതാണ് ആര്? അച്ഛന്മാര്, മെത്രാന്മാര്. അപ്പൊ നമ്മൾ അന്മാരോ? അത് കുടുംബജീവിതമൊക്കെ വഹിക്കുന്ന പാപികളും ബലഹീനരുമായ വീഴ്ചകൾ മാത്രമുള്ള ആൾക്കാര്. അപ്പൊ ശിഷ്യന്മാരുടെ പാരമ്പര്യത്തിലുള്ളതാണ് ആര്? വൈദികര് എന്ന് നമ്മുടെ ഉള്ളൊരു ധാരണയുണ്ട്. അത് നമ്മെ, വിശ്വാസികളെ, നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ പ്രത്യേകമായ വിശേഷാൽ വരം കിട്ടിയവരാണ് പൗരോഹിത്യ അഭിഷേകം കിട്ടാ ബഹുമാനപ്പെട്ട വൈദികര്. നമ്മെ എല്ലാവരെയും ശിഷ്യന്മാരാക്കി പരിശീലിപ്പിക്കാൻ, പഠിപ്പിക്കാനായിട്ടാണ് യേശു അന്ത്യ കൽപ്പന കൊടുത്തത്. അപ്പൊ ആരാണ് ശിഷ്യന്റെ യോഗ്യത? എന്താ ശിഷ്യന്റെ യോഗ്യത? പരിശുദ്ധ അമ്മ പറഞ്ഞ വാക്ക. കാനായിൽ വെച്ച് ചരിത്രത്തിൽ വിശ്വാസികളോട് പരിശുദ്ധ അമ്മയ്ക്ക് പറയാനുള്ള ഒരു ഒറ്റ വാക്കേ ഉള്ളൂ. ഭൃത്യന്മാരോട് പറഞ്ഞു, യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ആ അമ്മയുടെ കൈ ഇപ്പോഴും ചൂണ്ടി തന്നെ നിൽക്കുക. ഇന്നും മാതാവിന് നമ്മളോട് പറയാനുള്ള ഒരേ ഒരു മെസ്സേജ്, യേശു എന്തെങ്കിലും പറഞ്ഞാൽ, അവൻ എന്ത് ആവശ്യപ്പെട്ടാലും അതുപോലെ ചെയ്യുവൻ, അതുപോലെ അനുസരിക്കുക. യേശു പ്രധാനമായിട്ടും സംസാരിക്കുന്നത് എങ്ങനെയാണ്? തിരുവചനത്തിലൂടെ. 2 പരിശുദ്ധാത്മാവിലൂടെ, 3 സഭയിലൂടെ. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. പിന്നെ ആരുണ്ട്? വലിയൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. ജനക്കൂട്ടം. അതെന്തിനാ ജനക്കൂട്ടം? അത് യേശുവിനെ കാണാൻ വരുന്നവര്, യേശു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വരുന്നവര്, അപ്പം തിന്നാൻ വരുന്നവര്, രോഗശാന്തി കിട്ടാൻ വരുന്നവര്, അത്ഭുതങ്ങൾ തേടി വരുന്നവര്, അങ്ങനെ നമ്മൾ സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോൾ ആ സ്ഥാനാർത്ഥി ഒന്ന് കാണാൻ വേണ്ടി ഓടിക്കൂടുന്ന വലിയ ജനക്കൂട്ടമുണ്ടല്ലോ, അങ്ങനെ ജനക്കൂട്ടം. ജനക്കൂട്ടത്തിനകത്ത് ശിഷ്യന്മാരുണ്ടെങ്കിലും ബൈബിളില് ശിഷ്യന്മാരെ സെപ്പറേറ്റ് മാറ്റി അവിടെ പറഞ്ഞിരിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹലോ, ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉത്തരം പറയണ്ട, നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ജനക്കൂട്ടത്തിൽ ഒരുവനോ ശിഷ്യന്മാരിൽ ഒരുവനോ? ഞാൻ ജനക്കൂട്ടത്തിൽ ഒരുവനായിട്ടാണോ ഇപ്പോഴും ഞാൻ നടക്കുന്നത്? അല്ലെങ്കിൽ യേശുവിനോട് പറ്റിച്ചേർന്ന് അവൻ എന്ത് കൽപ്പിച്ചാലും അതേപടി അനുസരിച്ച് യേശുവിനെ ഫോളോ ചെയ്യുന്ന ഒരു ശിഷ്യൻ എന്ന പദവിയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് മാറേണ്ട ദിവസം നാളെയല്ല ഇന്ന്, നാളെയല്ല ഇന്ന്. ഇന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നാളെ ഉണ്ടെങ്കിലേ നാളെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ശിഷ്യന്മാരുടെ തലത്തിലേക്ക് നമുക്ക് വരാം. എന്ന് പറഞ്ഞാൽ ഈശോ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ചെയ്തേക്കണം. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, മോനെ അത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അതാണ് ശിഷ്യൻ. ഞായറാഴ്ച സാബത്ത് ദിവസമാണെങ്കിൽ പറഞ്ഞാൽ സാബത്ത് ദിവസമാണ്, അന്ന് പണി ചെയ്യരുത്. 1 വർഷം കൊണ്ടാണ് എൻ്റെ വീട് ഞാൻ പണിത്. 1 വർഷം എടുത്ത് എൻ്റെ വീട് പണിയാനായിട്ട്. കല്ലിട്ട അന്ന് മുതൽ
വീട് വെഞ്ചരിപ്പ് നടത്തിയ അന്ന് വരെ ഞായറാഴ്ച എന്ന് പറഞ്ഞ ഒരു ദിവസം ഒരൊറ്റ പണിക്കാരും എൻ്റെ പറമ്പിൽ പണിതിട്ടില്ല. ഒരു ആൾ പോലും പണിതില്ല. ഞായറാഴ്ച ദിവസം പരിശുദ്ധമാണ്. എന്നാ തിങ്കളാഴ്ച വാർക്കുക എന്ന് പറഞ്ഞാലും ഞാൻ കോൺട്രാക്ടർ പറഞ്ഞു പണിയുണ്ടെന്ന് പറഞ്ഞു, ഞായറാഴ്ച വേണ്ട. മനസ്സിലായോ? പണിക്കാർക്ക് മദ്യം കൊടുക്കരുത്. എനിക്ക് നല്ലതല്ലാത്തത് വേറൊരാൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല. പണിക്കാർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കും പണിക്ക് ഈ മുതലാളി അല്ലെങ്കിൽ കോൺട്രാക്ടർ അല്ലെങ്കിൽ വീട് വാങ്ങുന്ന ആള്. പക്ഷേ എൻ്റെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പണിക്കാർക്കും ഒരു ഗ്ലാസ് മദ്യം പോലും കൊടുത്തില്ല. മനസ്സിലായോ? അപ്പോഴാ വീട്ടിനകത്ത് സമാധാനം ഉണ്ടാകുന്നേ. ദൈവത്തിന്റെ അനുഗ്രഹം ആ കുടുംബത്തിലേക്ക് വരുന്നത് അങ്ങനെയാ. അല്ലാതെ നിങ്ങൾ ഇവിടെ വന്നത് കൊണ്ടോ അൽഫോൻസാമയുടെ അടുത്ത് പോയി നേർച്ച ഇട്ടത് കൊണ്ടോ വീട്ടിൽ നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, വചനം അനുസരിക്കുന്നില്ലെങ്കിൽ അനുഗ്രഹം കിട്ടിയല്ല. കാരണം ഉയർത്തിരി ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. വീണ്ടും വായിച്ചേ, അടുത്തത് വായിച്ചേ, കേട്ടിരിക്കണേ. തിമേസിന്റെ പുത്രനായ ബർത്തിമേയോസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ട്. ആ വഴിയറമ്പിൽ വലിയ പട്ടണമാ. മനസ്സിലായോ? യെരിക്കോ എന്ന് പറയുന്ന പട്ടണമാ. ആ പട്ടണത്തിനിടയിൽ വഴിയറമ്പിൽ ഒരാൾ ഇരിക്കുക. തിമോത്തിയോസിന്റെ പുത്രനായ ബർത്തിമേയോസ് വഴിയറമ്പിൽ ഇരിക്കുക. ഇപ്പോഴും ചിലരുടെയൊക്കെ ജീവിതം വഴിയറമ്പിലുള്ള ജീവിതം പോലെയാ അല്ലേ? വന്ന് 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 നമ്മൾ പണ്ട് വലിയ കുടുംബ പേരുള്ള ആളായിരുന്നു. ഇവിടെ അവന്റെ അപ്പന്റെ പേര് പറയുന്നുണ്ട്. അപ്പന്റെ പേര് പറയുന്നതിന്റെ കാരണം അപ്പൻ പേര് കേട്ട ആളാ, ആ നാട്ടിൽ വലിയ പാരമ്പര്യമുള്ള ആളാ, അഡ്രസ്സുള്ള ആളാ അപ്പൻ. അതുകൊണ്ടാണ് അപ്പന്റെ പേര് പറഞ്ഞിട്ട് മകന്റെ പേര് പറയുന്നതിന്റെ കാരണം അതാ. അപ്പനായിട്ട് പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മകനായിട്ട് വന്നപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി കാണും. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന എവിടെയാ? വഴിയറമ്പില്, തെരുവില്. ആ അവസ്ഥ നമ്മുടെ മക്കൾക്ക് തലമുറകൾക്ക് ഉണ്ടാക്കി വെക്കരുത്. നമ്മള് ചില കടം വാങ്ങി വാങ്ങി മുടിയും. ഞാൻ എന്നും എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യം, കടം വാങ്ങരുത്. കടം ഒരു കാരണവശാലും ലോൺ എടുക്കരുത്, കടം വാങ്ങരുത്. പിന്നെ നീ ജീവിതകാലം മുഴുവൻ നീ അധ്വാനിക്കുന്ന പൈസ മുഴുവൻ ലോൺ അടയ്ക്കാനേ ഉള്ളൂ. അപ്പൊ നീ ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നത്? നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല അധ്വാനിക്കുന്നത്, പിന്നെയോ ബാങ്കുകാരന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ജീവിതമായിട്ട് മാറും. കുടിച്ചു കുടിച്ച് നശിപ്പിക്കരുത്. ബുദ്ധിയുള്ളവരായി മാറണം, വിവേകമുള്ളവരായി മാറണം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വഴിയാധാരമായിട്ട് മാറും. ഇവൻ എവിടെയാ? വഴിവക്കിൽ കിടക്കുക. അവന്റെ പ്രശ്നം എന്താണ്? അവന്റെ പ്രശ്നം എന്താ? അവന് കൈയില്ല. എന്നതാ അവന്റെ പ്രശ്നം? എന്താ? കണ്ണ് കാണാൻ മേല. ഒന്നും അറിയാൻ മേല. നിങ്ങൾക്ക് ബൈബിൾ വായിക്കണം. ഇന്ന് എത്ര പേര് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്? കൈ കത്ത് പിടിച്ചേ. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ കൈ കത്ത് പിടിച്ചേ. 2-3 പേര് പോരാ. ഒരു പെന്തിക്കോസ് കൂട്ടായ്മയായിരുന്നെങ്കിൽ എല്ലാവരുടെ കയ്യിൽ ബൈബിൾ കാണേനെ. ബിഷോപ്പറില്ലാതെ പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുക, സാധനം വാങ്ങാൻ വന്നിരിക്കുക, കൈമീശി വരിക, ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ കൊണ്ടുപോക്കോളെന്നും കരുതി അല്ല, കഷ്ടപ്പെടണം. നമുക്ക് കൈ നനയാതെ മീൻ പിടിക്കണം. എല്ലാവർക്കും അതാ, കൈ നനയാതെ മീൻ പിടിക്കണം. മീൻ വേണം, കൈ നനയാൻ ബുദ്ധിമുട്ടാണ്. ബൈബിൾ കൊണ്ട് നടക്കുകയല്ല, കഷ്ടപ്പാടാ. അത് വീട്ടിൽ ഇരുന്നോട്ടെ, ഇതൊന്നും ഒരു ചുമക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ധാരണ. അതൊക്കെ മാറണം പ്രിയമുള്ളവരെ. പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചാലുണ്ടല്ലോ, നിങ്ങൾ ബൈബിൾ ചുമക്കും. നിങ്ങൾ ബൈബിൾ എടുക്കും. നിങ്ങൾ ഇന്ന് ബൈബിൾ നിങ്ങൾ എടുത്താൽ നാളെ ആ നിങ്ങൾ ചുമന്ന വചനം നിങ്ങളെ ചുമക്കാൻ തുടങ്ങും. ആ വചനം നിങ്ങളെ ചുമന്നോളും. ഇവൻ എന്ത് ചെയ്തു? ബർത്തിമേയ ആരായിരുന്നു? അന്ധനായിരുന്നു. അന്ധനായ ബർത്തിമേയോസ്, അവൻ അന്ധനായിരുന്നു. എങ്കിലും അവൻ ഒരു കാര്യം ചെയ്തു. എന്ത്? നസ്രേനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ, നസ്രേനായ യേശുവാണ് പോകുന്നത് എന്ന് അവൻ അറിഞ്ഞപ്പോൾ. എങ്ങനെ അറിഞ്ഞു? അവൻ നോക്കിയോ? കണ്ടോ?
ഇല്ല. എങ്ങനെ അറിഞ്ഞു? അവൻ ചോദിച്ചറിഞ്ഞു. കണ്ടോ? കണ്ണ് കാണാൻ പാടില്ലേലും ചെവി കേൾക്കാം, വർത്തമാനം പറയാം. കണ്ട? അപ്പൊ ഒരു ആരവം കേട്ടു. വലിയൊരു ജനക്കൂട്ടമാ, ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടമാ. അപ്പൊ വലിയൊരു ജനക്കൂട്ടം പോകുമ്പോൾ ഇങ്ങനെ നിശബ്ദമായിട്ടാണ് പോകുന്നത്. അല്ല, ഭയങ്കര വർത്തമാനമായിരിക്കും. അപ്പുറത്ത് നടന്ന അത്ഭുതങ്ങളൊക്കെ കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് അവർ കാര്യങ്ങൾ പറയും. ഭയങ്കര ഇടി, ഭയങ്കര ശബ്ദത്തില് പോകുന്നേ. അപ്പൊ ഈ വലിയ ശബ്ദം കേട്ട് ആരവം കേട്ടപ്പോൾ ഇവൻ അടുത്തിരിക്കുന്ന ഭിക്ഷക്കാരനോട് ചോദിച്ചു. ഭിക്ഷക്കാർ ഇഷ്ടംപോലെയാണല്ലോ, നിരന്നിരിക്കുക, ടൗണല്ലേ. ഇതിന്റെ കൂട്ടുകാരായ ഭിക്ഷക്കാർ അപ്പുറം ഇപ്പുറം ഇരിപ്പുണ്ട്. അവർക്ക് ചിലപ്പം കണ്ണ് കാണാൻ പറ്റും, അല്ലെങ്കിൽ കൈമേലാത്തവരായിരിക്കും. അവരോട് ചോദിച്ചു. അതേ പോകുന്ന ആളുടെ കാല് മുട്ടിയപ്പോൾ അവരോട് ചോദിച്ചു, ഇതാരാ, എന്താ ശബ്ദം? അവര് പറഞ്ഞു, എന്താ? നസ്രയനായ യേശുവാണ് ഇതുവഴി പോകുന്നത് എന്ന് അവര് പറഞ്ഞു. കണ്ടോ? യേശു പോകുന്നു എന്ന് അവൻ അറിഞ്ഞു. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വെറുതെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ യേശുവിനെ അറിയണം. യേശുവിനെ നിങ്ങൾ അറിയണം. യേശുവിനെ നിങ്ങൾ അനുഭവിക്കണം. അവന് പറ്റുന്നത് പോലെ ഇതാരാണ് പോകുന്നത് അവൻ ആരാഞ്ഞു, ചോദിച്ചു, അവൻ മനസ്സിലാക്കി. അവര് പറഞ്ഞു, എന്ത് പറഞ്ഞു? നസ്രയനായ യേശുവാണ് ഇതുവഴി പോകുന്നത് എന്ന്. ഇത് കേട്ട മാത്രയില് അവൻ എന്നാ ചെയ്തേ? വായിച്ചേ. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഈ അന്ധനായ ബർത്തിമേസ് വിളിച്ചു പറയുന്നത് എന്താണെന്നറിയോ? ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്റെ മേൽ കരുണ തോന്നണമേ. അവൻ അറിഞ്ഞു തന്നത് ആര് പോകുന്നതായിട്ടാ? നസ്രത്തുകാരനായ യേശു പോകുന്നത് എന്ന് അവൻ അറിഞ്ഞു. പക്ഷെ അവൻ വിളിച്ചു പറഞ്ഞത് നസ്രത്തുകാരനായ യേശുവേ എന്നല്ല, പിന്നെയോ ദാവീദ് പുത്രനായ യേശുവേ, എന്റെ മേൽ കരുണ തോന്നണമേ. അതെന്താ അവൻ അങ്ങനെ പറഞ്ഞത്? ഇതാണ് നമ്മുടെ ക്ലിക്ക്, നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതെന്താണ്? ഇവൻ മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ നസ്രത്തുകാരനായ യേശു എന്ന് പറഞ്ഞാൽ അവന്റെ ദൃശ്യമായ ഭൗതികമായ അഡ്രസ്സാണ് നസ്രത്തിൽ ജനിച്ച തച്ചനായ യൗസേപ്പിന്റെ മകനായ യേശു. ഇപ്പൊ മനസ്സിലായ? നസ്രത്തിൽ ജനിച്ച് വളർന്ന ഒരു ആശാരിപ്പണിക്കാരനായ ഒരു യേശു. കണ്ടോ? ആ യേശു അങ്ങനെ ഒരാള് ഇതുവഴി പോകുന്നുണ്ടെന്ന് അവരൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ബർത്തിമേസിന് മനസ്സിലായി, ആ യേശുവാണ് ഈ യേശു. ആ യേശുവാണ് ഈ യേശു. അതേതാ? വരാനിരിക്കുന്ന മിശിഹായായ യേശു, ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച രക്ഷകനായ യേശു, കാൽവരിയിൽ മരിക്കേണ്ടവൻ, ലോകത്തിൽ രക്ഷ നൽകേണ്ട ആ യേശുവാണ് ഈ നസ്രത്തുകാരനായ എന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന യേശു എന്ന് മനസ്സിലായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, കരമുയർത്തി പറഞ്ഞേ, വാ തുറന്നു പറഞ്ഞേ. അവിടെയുള്ളവരൊക്കെ അവന്റെ ഭൗതികമായ അഡ്രസ്സാണ് പറഞ്ഞു കൊടുത്തത്. ആ അഡ്രസ്സിലാണ് അവരൊക്കെ യേശുവിനെ അറിഞ്ഞത്. എന്നാൽ ഇവന്റെ ആത്മീയ അഡ്രസ്സിലാണ് ഈ ബർത്തിമേസ് യേശുവിനെ കണ്ടത്. പ്രവാചകന്മാര് പ്രവചിച്ച ആ വരാനിരിക്കുന്ന രക്ഷകൻ, ദൈവത്താൽ അനാദിയിലെ അയക്കപ്പെടുമെന്ന് പറഞ്ഞ ആ ദൈവപുത്രനായ യേശു, ആ യേശുവാണ് ഈ യേശു എന്ന് അവന് ആ വെളിപ്പാട് കിട്ടുക ചെയ്യുന്നത്. ആ വെളിപ്പാട് കണ്ടോ? ഇതാണ്
ആത്മാവിന്റെ തലത്തിലുള്ള വിടുതൽ എന്ന് പറയുന്നത്, ആത്മാവിന്റെ തലത്തിലുള്ള വിടുതൽ, ആത്മീയ വെളിപ്പാട് എന്ന് പറയുന്നത് ഇതാണ്. ആത്മാവിന്റെ കണ്ണ് തുറക്കുമ്പോഴാണ് ഈ വെളിപ്പാട് നമുക്ക് കിട്ടുന്നത്. പിച്ചപാത്രവുമായിട്ട് വഴിയറമ്പിലിരിക്കുന്ന ചെളി പിടിച്ച അഴുക്ക് പിടിച്ച അന്ധനായ ആ പിച്ചക്കാരന് ദൈവത്തിന്റെ ആ വെളിപ്പാട് അവന് കിട്ടി. അവന്റെ ഭൗതിക അഡ്രസ്സിലല്ല വിളിച്ചത്, ദാവീദിന്റെ പുത്രനായ യേശുവേ. കണ്ടോ പ്രിയമുള്ളവരെ, യേശുവിനെ നിങ്ങൾ ഒരു ചരിത്രത്തിലെ ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ, ഒരു ചരിത്ര പുരുഷനായിട്ട് നമുക്ക് യേശുവിനെ കാണാം. ഗാന്ധിജി ജീവിച്ചിരുന്നയാളാണോ? മിണ്ടിയല്ല, അല്ലേ? ജീവിച്ചിരുന്നയാളാ. ടാഗോർ ജീവിച്ചിരുന്നയാളാണോ? അതെ, ഇവരൊക്കെ ജീവിച്ചിരുന്നയാളാ. ചരിത്രത്തിൽ ജീവിച്ചിരുന്നയാളാ. ചരിത്രം നിഷേധിക്കാൻ പറ്റുകയില്ല. അത് നമ്മൾ അംഗീകരിക്കണം, അത് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജീവിച്ചിരുന്നു. ചരിത്രത്തിൽ ജീവിച്ച വ്യക്തിയാണ് യേശു. അപ്പൊ മഹാത്മാഗാന്ധിയിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ, ടാഗോറിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ, വേറെ ആരെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് പോലെ യേശുവിനെയും നമുക്ക് വിശ്വസിക്കാം. ചരിത്രത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിട്ട്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല വിശ്വസിക്കുന്നത്, ക്രൈസ്തവരല്ലാത്ത പല മതത്തിൽപ്പെട്ടവരും ലോകമെമ്പാടുമുള്ള അനേകർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് യേശു ജീവിച്ചിരുന്നു എന്നുള്ളത്. മനസ്സിലായോ? എന്നാൽ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ചരിത്രപുരുഷനായ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുകയില്ല. അതല്ല ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് പത്രോസിന്റെ വായിലൂടെ പുറത്തേക്ക് വന്നു. ഒരിക്കൽ യേശു ശിഷ്യന്മാരെയൊക്കെ അടുപ്പിച്ച് വിളിച്ചിട്ട് അവരോട് സ്നേഹത്തോടെ രഹസ്യമായിട്ട് ചോദിച്ചു, നാട്ടുകാരൊക്കെ എന്നെ കുറിച്ച് എന്നതാ പറയുന്നേ, പറ, നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടോ? ഞാൻ ആരാണെന്നാണ് പറയുന്നത്? ഒരാൾ പറഞ്ഞു നീ മാജിക്കാരനാണെന്നാ പറയുന്നേ. വേറെ ചിലർ പറയുന്നത് നീ പ്രവാചകനാണെന്നാ പറയുന്നത്. വേറെ ചിലർ പറയുന്നത് നീ മോശയാണെന്നാ പറയുന്നത്. അപ്പൊ നാട്ടുകാര് പറയുന്ന യേശുവിനെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞു വരിക. ഒട്ടനെ ചാടിക്കേറി പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. മീൻ പിടിച്ച് മാത്രം ജീവിച്ചിരുന്ന, കടലുമായിട്ട് മാത്രം ബന്ധമുണ്ടായിരുന്ന പത്രോസ്ലിയുടെ വായിലൂടെ ഒരു പ്രഖ്യാപനം. സാധാരണ പ്രവാചകനല്ല, നീ ഒരു മാസാരി ചെറുക്കനല്ല, നാസറത്ത് ജനിച്ച് ചുമ്മാ വളർന്ന ജലപ്രകാരം ജനിച്ച ഒരു സാധാരണ ആളല്ല. പിന്നെയോ നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് ഒട്ടനെ യേശു പറയുകയാണ്, മാനുഷ്യ രക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ദൈവാത്മാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. പ്രിയമുള്ളവരെ, ഈ വെളിപ്പാട് നമുക്ക് കിട്ടണം. വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ കിട്ടണം. യേശു എനിക്കാരാ? രോഗശാന്തി വരുന്ന ആളാണോ? ആളാണെങ്കിൽ യേശുവിന്റെ അടുക്കൽ വരേണ്ട ആവശ്യമില്ല. യേശുവിന്റെ അടുക്കൽ വരാതെ രോഗശാന്തി കിട്ടുന്ന എന്തേരം മാർഗങ്ങളുണ്ട്. ആശുപത്രിയിലോട്ട് പോവുക, ഇനി ഏതെങ്കിലും കണിയാന്മാരുടെ അടുത്തോട്ട് പോവുക, മന്ത്രവാദികളുടെ അടുത്തോട്ട് പോവുക, സ്വാമിമാരുണ്ട്. മനസ്സിലായോ? രോഗശാന്തി തരാൻ
കിട്ടാൻ പല മാർഗങ്ങളുണ്ട്. ഇനി കടം വീട്ടുന്നയാളാണോ, അതിന് യേശുവിന്റെ അടുക്കൽ വരേണ്ട ആവശ്യമില്ല. ചില ബാങ്കിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടും, ലോൺ നിങ്ങൾക്ക് കിട്ടും, പൈസ കിട്ടും. അപ്പൊ നമുക്ക് പലപ്പോഴും യേശു ആരാ? യേശു അത്ഭുത പ്രവർത്തകനാ. എന്റെ ജീവിതത്തിൽ അതും ഇതൊക്കെ നമുക്ക് തരും. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, അങ്ങോട്ട് ഓടിയാൽ, ഇവിടെ കിട്ടിയില്ലേ മറ്റൊരിടത്തോട്ട് പോവുക. എനിക്ക് അനുഗ്രഹം തരുന്ന ഒരാളായിട്ടാണ് യേശുവിനെ നമ്മൾ കാണുന്നത്. എപ്പോഴും അപ്പൻ ജോലി കഴിഞ്ഞ് വരുന്നാൽ അപ്പൻ എപ്പോഴും പോപ്പിൻസ് പിള്ളേർക്ക് കൊണ്ട് കൊടുക്കും. പോപ്പിൻസ് സ്ഥിരം അപ്പം വരുമ്പോഴെല്ലാം പോപ്പിൻസ് കൊണ്ട് കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം അങ്ങനെ വന്നപ്പോൾ ഈ ഇളയ കുഞ്ഞം അതിന്റെ മൂത്രയോട് പറയാ, അതിന്റെ പോപ്പിൻസ് വരുന്നുണ്ടെന്ന്. മനസ്സിലായ? നമ്മൾ യേശുവിനെ കാണേണ്ടത് നമ്മുടെ ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് നേടിത്തരുന്ന, സാധ്യമാക്കി തരുന്ന ഒരു മാന്ത്രികനായിട്ടോ മറ്റേതെങ്കിലും വ്യക്തികളായിട്ടോ അല്ല. അതിനും അപ്പുറത്ത്, അതുക്ക് മേലെ നമുക്ക് നിത്യജീവൻ നൽകുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മനുഷ്യ അവതാരമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. ആ പൊട്ടക്കണന, അന്ധന, വഴിയറമ്പിലിരിക്കുന്നവനാ. ആ വെളിപ്പാട് ഇവന് കിട്ടി. നീ ദാവീദിന്റെ പുത്രനായ യേശുവാണ്. അല്ലേ? പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട്, ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ വെളിപാടിലൂടെ പ്രിയമുള്ളവരെ, യേശു ആരാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അന്തരാത്മാവോട് സംസാരിക്കും. 18ാമത്തെ വാക്യവും നിങ്ങൾ സമയം പോലെ വീട്ടിൽ പോയി നിങ്ങൾ വായിക്കണം. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്ക് രോഗശാന്തി കിട്ടിയിട്ടല്ല ഞാൻ യേശുവിനെ അനുഗമിച്ചത്. രോഗശാന്തി കിട്ടിയിട്ടല്ല. ഞാൻ വലിയ ആസ്മാരോഗിയായിരുന്നു. ശ്രദ്ധിച്ചേ, ഞാൻ വലിയ ആസ്മാരോഗിയായിരുന്നു. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി മാതാപിതാക്കളെ പ്രാർത്ഥിക്കുന്നത് സൗഖ്യം കിട്ടാനാ. എൻ്റെ മാതാപിതാക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ മരിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചത്. കാരണം അനേക ഡോക്ടർമാരുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് സൗഖ്യം കിട്ടിയില്ല. ശ്വാസം മുട്ടല, വേറെ ഏത് രോഗവും നമുക്ക് സഹിക്കാം. ശ്വാസം മുട്ടൽ, ശ്വാസം കിട്ടിയല്ല, വാ ഒളിഞ്ഞിരിക്കും. ജനൽ കമ്പികളൊക്കെ പിടിച്ചുകൊണ്ട് അയാളെ പിടിച്ച് തൂങ്ങിക്കിടക്കും. എന്നിട്ട് വലിക്കുക, കണ്ണുകളും വാ പൊളിയും, കിട്ടുകയില്ല, ഒച്ച പോലും ചിലപ്പോൾ വരികയില്ല. ഇത് പല പ്രാവശ്യം കാണുമ്പോൾ പെറ്റ തള്ളയ്ക്കും അപ്പനും ഒക്കെ വളരെ വേദന, അവിടെ കണ്ണു നിറയും. അവർ പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ, ഈ കൊച്ചിനെ നീ അങ്ങ് എടുത്തോണേ, ഈ കൊച്ചിനെ നീ അങ്ങ് എടുത്തോണേ. ഇത് കണ്ടുനിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുകയില്ല. ഈ വേദന അവൻ അനുഭവിക്കുന്നതിൽ ഭേദം അവന്റെ ജീവനെ എടുത്തോണേ. 29ാമത്തെ വയസ്സിൽ ഞാനൊരു കുഞ്ഞു ധ്യാനം ഇടവകയിൽ കൂടിയപ്പോൾ എനിക്ക് രോഗശാന്തി കിട്ടിയിട്ടല്ല യേശു അനുഭവം കിട്ടിയത്. എനിക്കൊരു ദർശനമോ വെളിപാടോ ലൈറ്റ് അടിക്കുന്ന അനുഭവമോ എനിക്ക് കിട്ടിയില്ല. അങ്ങനെയല്ല ഞാൻ യേശു അനുഭവത്തിലേക്ക് വന്നത്. പിന്നെയോ യേശുവിന്റെ നിറഞ്ഞു കവിയുന്ന സ്നേഹം, കാൽവരി ക്രൂസിലെ സ്നേഹം, കാൽവരി ക്രൂസിൽ നമുക്കായി ഒഴുക്കിയ ആ സ്നേഹം, ചങ്കിലെ ചോര ചിന്തിയിലുള്ള ആ സ്നേഹം എന്നിലേക്ക് കരകവിഞ്ഞൊഴുകി
കരകവിഞ്ഞനിലേക്ക് ഒഴുകി. ആ സ്നേഹം ഞാൻ അനുഭവിച്ചു. വലിയൊരു സൗഖ്യം, ആന്തരിക സൗഖ്യം, ദൈവ സ്നേഹത്തിന്റെ അനുഭവം എൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടി, നിറഞ്ഞു. ഞാൻ യേശുവിനെ രുചിച്ചറിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ യേശു എന്താണ്, അവന്റെ സ്നേഹം എന്താണെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. പിന്നെ ഞാൻ പുറകോട്ട് പോയില്ല. പിന്നെ പുറകോട്ട് പോയി അന്ന് മുതൽ ഇന്ന് വരെ ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് യാചനകളോ പ്രാർത്ഥനകളോ അല്ല അവന്റെ മുമ്പിൽ വെക്കാനുള്ളത്. ഞാൻ എന്നും കൂടുതലായിട്ട് ഞാൻ ആരാധിക്കുക. എൻ്റെ കർത്താവിനെ ആരാധിക്കാനേ എനിക്ക് സമയമുള്ളൂ. ദൈവത്തിന് നന്ദി പറയുക. അപ്പോൾ ദൈവം എന്നെ നടത്തിക്കോളും. പ്രിയമുള്ളവരെ, യേശുവിനെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് നിത്യജീവനിലേക്ക് എത്തിക്കുന്നു. എന്റെ പാപത്തിന് പരിഹാരമായി കാൽവരിയിൽ എനിക്ക് വേണ്ടി പകരക്കാരനായി മരിച്ച, അങ്ങനെ നമ്മളെ സ്നേഹം വെളിപ്പെടുത്തിയ ദൈവമാണവൻ. ദൈവത്തെ ക്രിസ്തുവിൽ നമ്മൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് യേശു മതി. പൗലോസ് 2 കൊരിന്ത്യർ 5:14 ഇങ്ങനെ പറയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എന്നെ ഉത്തേജിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. സുവിശേഷം പറയാൻ, പ്രേക്ഷിത വേല ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കുന്ന ഒരൊറ്റ കാര്യം യേശുവിന്റെ സ്നേഹമാണ്. ആ സ്നേഹം നിങ്ങൾ അനുഭവിച്ചാലുണ്ടല്ലോ, നിങ്ങൾ ഓട്ടു നടക്കും. പേപ്പട്ടിയെ പോലെ, പേരിടിച്ച പട്ടിയെ പോലെ ഓട്ടും നിങ്ങൾ ഈ സ്നേഹത്തെ കൊടുക്കാൻ. എനിക്ക് യേശു തന്നെയാണ് സമ്പത്ത്. യേശു എന്ന സമ്പത്ത്, ഒരു പാട്ടുണ്ടല്ലോ അല്ലേ? ചേർന്ന് പഠിക്കും. അവനാണ് സമ്പത്ത് അല്ലേ? സ്ത്രീയാണ് ധനം. പിന്നെ എനിക്ക് സ്ത്രീധനം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. കേട്ടിട്ടുള്ളത് പഠിക്കേ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറ, യേശുവാണ് സമ്പത്ത്. പറഞ്ഞേ, യേശുവാണ് സമ്പത്ത്. പറ.